നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോളിയം ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സാധനം കൂട്ടാനും കുറയ്ക്കാനും കാണും. ജസ്റ്റ് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണോ കൂട്ടാനുള്ളത് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പാട്ടോ കാര്യങ്ങളോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ നോർമൽ വോളിയം എന്ന് പറയുന്നത്. മാക്സിമം വോളിയം ആണ് എൻ്റെ ഫോണിൻ്റെ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ വോളിയം ബൂസ്റ്റർ എനേബിൾ ചെയ്യുവാണേ. ഞാൻ 60% വോളിയം ബൂസ്റ്റർ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര വലിയൊരു ചേഞ്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ സ്പീക്കറിന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട്, അതായത് അത്യാവശ്യം വോളിയം ഉള്ളതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്തിരിക്കുക. എടുത്ത് പറഞ്ഞാൽ നല്ല രസമായിരിക്കും. കമ്മിറ്റഡ് ആയിട്ടുള്ളവർ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നിങ്ങൾ ചാറ്റും ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബറിൻ്റെ വീഡിയോ കാണുമായിരിക്കും. അതിനായിട്ട് യൂട്യൂബ് പ്രീമിയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫ്ലോട്ട് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് പോയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് യൂട്യൂബ് പോലെ തന്നെ പെർഫോം ചെയ്യും. ജസ്റ്റ് ഏത് വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്യുക, കാണുക. അത് ഫ്ലോട്ട് ട്യൂബായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ചാറ്റിങ്ങും തുടരുക. സെറ്റാണ്. ലൈക്ക് ഇത് ചെറ്റത്തരം അല്ലേ കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷേ കാര്യം നടക്കണ്ടേ. ഇങ്ങനെ നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ആ വിഷമം മാറിക്കോളൂ. നമുക്കെല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പാനൽ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ നോട്ടിഫിക്കേഷൻ കൊടുക്കും. ആ സമയത്തായിരിക്കും ആലോചിക്കണം, അയ്യോ അതെന്തുമായിരുന്നു ആ നോട്ടിഫിക്കേഷൻ, ഞാൻ നോക്കാൻ മറന്നുപോയല്ലോ. അൺഡു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് ചവറ് പോലെ കളയാം. അതായത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണ്ട പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾ ഇതേപോലെ ക്ലിയർ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് അറിയാണ്ട് കളയുന്നത്, ആ നോട്ടിഫിക്കേഷനൊക്കെ ഈ ആപ്പിൻ്റെ അകത്ത് കയറിയിട്ട് അൺഡു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. വാൾക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ എപ്പോഴും ഞാൻ കാണിക്കുന്ന പോലത്തെ ആപ്പ് വാൾപേപ്പർ ആപ്ലിക്കേഷൻ അല്ല. നിങ്ങളുടെ ഫോണ് ഡിറ്റക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിന് എസ്പെഷ്യലി നിങ്ങളുടെ ഫോണിന് പ്രത്യേകമായിട്ട് ചൂസ് ചെയ്ത് തന്നിട്ടുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സാണ് എൻ്റെ പ്രത്യേകത. ഇതിൻ്റെ അകത്ത് ഞാൻ കയറി നോക്കിയ സമയത്ത് ഫ്രീ ഫയർ അണ്ണന്മാരുടെ കുറേ വാൾപേപ്പറാണ് കൂടുതലുള്ളത്. പക്ഷേ എല്ലാം കിട്ടില്ല വാൾപേപ്പേഴ്സാണ്. കാണാൻ ഭയങ്കര രസമാണ്. ആമോലെഡ് ഡിസ്പ്ലേയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗുമ്മനിരിക്കും. ഫൈനലായിട്ട് നമ്മുടെ ലിസ്റ്റിനകത്തുള്ളത് സ്റ്റീരിയോ ലോഞ്ചർ. ഈ ലോഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഇല്ല കേട്ടോ. അതായത് ഇച്ചിരി മിനിമലാണ്, ഇച്ചിരി ഗുമ്മുണ്ട്, പക്ഷേ ഭയങ്കര സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ലൈറ്റായിട്ടുള്ള ഒരു ലോഞ്ചർ. ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വളരെ മിനിമലാണ്. നിങ്ങൾക്കൊരു ഹോം പേജ് കാണും. ഗുഡ് മോർണിംഗ് ആണോ, ഗുഡ് ഈവനിങ് ആണോ, അതോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. ഏത് ദിവസമാണെന്ന് എഴുതി കാണിക്കും, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കാണിക്കും. പിന്നീട് ബാറ്ററി പെർസെൻറ്റേജ് എത്രയുണ്ടെന്നും കാണിക്കും. പിന്നെ ഒരു സെക്കൻഡും ഇങ്ങനെ കിടന്ന് ഓടും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡുകൾ അറിയാനും പറ്റും. ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രാമാസ്, അതായത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം, നിങ്ങളുടെ ഫേസ്ബുക്കൊക്കെ അവിടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് വെക്കാൻ പറ്റും. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട നോട്ടുകളൊക്കെ എഴുതി വയ്ക്കാം. താഴേന്ന് മേളിലേക്ക് വന്നാൽ ഓരോ ആപ്പും വളരെ കിടിലമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി അടുക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെന്ന് വെച്ചാൽ എടുത്ത് ഉപയോഗിക്കാം, വേണമെങ്കിൽ തൂക്കിക്കളയാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും പോയാൽ മതി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോയാൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോ, അടുത്തൊരു ആപ്പ് സീരീസിൽ, അടുത്തൊരു ഗെയിം സീരീസിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും താങ്ക് യു. ദിസ് ഈസ് യുവർ അമൽ സൈനിങ് ഓഫ്.